ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്ഥിതിയായിരിക്കും. നമുക്കറിയാം ഇപ്പോൾ പത്രങ്ങളും ഒക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പല 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 പ്രശ്നങ്ങളാണ് എങ്കിലും യുദ്ധങ്ങൾക്കൊക്കെ ഈ കാലഘട്ടത്തിലും കുറവൊന്നുമില്ല. ഇനി അടുത്തത് എവിടെയാണെന്ന് നമ്മൾ നോക്കിയിരുന്നാൽ മതി. അപ്പോൾ പലപ്പോഴും പറയാറുണ്ട് യുദ്ധവും അതിന് നേരെ ഓപ്പോസിറ്റായ സമാധാനവും രണ്ടും ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നടക്കുന്ന ഒരു സ്ഥലം കുടുംബമാകാനാണല്ലോ വഴി. നമ്മുടെ ടോപ്പിക്കും അത് തന്നെയാണല്ലോ. അപ്പം വീട്ടിലിടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാകാറുണ്ട്, പക്ഷേ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് ആവശ്യവുമാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതം എന്നും യുദ്ധമാണ്, ശ്രദ്ധിച്ചാൽ സമാധാനമാണ്. ശ്രദ്ധയില്ലാതെ പോകുമ്പോഴാണ് യുദ്ധമായിട്ട് മാറുന്നത്. കുടുംബത്തിലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ഭർത്താവ് അപ്പനെ പോലെ പെരുമാറുന്ന ചില സമയമുണ്ട്. ആ സമയത്ത് ഭാര്യ അമ്മയെപ്പോലെ പെരുമാറിയാൽ വീട് യുദ്ധമാവും. ഭാര്യ അമ്മയെപ്പോലെ സംസാരിക്കുന്ന സമയത്ത് ഭർത്താവ് അപ്പനെ പോലെ ആയാലും വീട് യുദ്ധമാവും. ശ്രദ്ധിക്കേണ്ടത് അപ്പൻ്റെ റോളിൽ കെട്ടിയോൻ സംസാരിക്കുമ്പോൾ ഭാര്യ മോളെ പോലെയായി മാറണം. അമ്മയുടെ രീതിയിൽ ഭാര്യ സംസാരിക്കുമ്പോൾ കെട്ടിയവൻ മോനെ പോലെ ആവണം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സമാധാനമുണ്ട്. അതായത് ഒരു കൊച്ചു മകൻ അപ്പനെ അനുസരിക്കുന്ന പോലെ അമ്മയെ അനുസരിക്കുന്ന പോലെ പറയുമ്പം പാർട്ട്ണർ അതുപോലെ വഴങ്ങി കൊടുക്കണം. ആയിക്കോളാം, തർക്കുത്തരം പറയല്ല. അപ്പം എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അതിന് അതേ നാണയത്തിൽ പറയുമ്പോഴത്തേക്ക് അപ്പൻ അമ്മ ആ രീതിയിലേക്ക് വരുവേ. അപ്പം നമ്മൾ കൊച്ചു പിള്ളേർ കാരണവന്മാർക്ക് വഴങ്ങുന്ന പോലെ ചില സമയങ്ങളിൽ ഭാര്യ ഭർത്താവ് പറയുമ്പം തെറ്റാണെങ്കിൽ ചുമ്മാ വഴങ്ങി മാറി നിൽക്കണം. ഭാര്യ പറയുമ്പോൾ ഭർത്താവ് പോലെ വഴങ്ങി മാറി നിൽക്കണം. അപ്പോൾ സമാധാനമുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞു തോപ്പിക്കുക, ഞാനാണോ നീയാണോ വലുത്, ഞാൻ പറഞ്ഞാൽ ശരി നീ പറഞ്ഞാൽ ശരിയല്ല, ഈ തർക്കങ്ങളും യുദ്ധങ്ങളും ആരംഭിക്കും. അപ്പം ആ രീതിയിൽ ഉണ്ട് കുടുംബത്തിൽ. അതുപോലെ ചില സമയത്ത് ആങ്ങളപെങ്ങന്മാരെ പോലെ പെരുമാറാൻ പഠിക്കണം. ഇപ്പം മൂത്ത ആങ്ങൾ എന്ത് പറഞ്ഞാൽ ഇളയ പെങ്ങൾക്ക് സന്തോഷമാണ്. അതുകൊണ്ടാണ് ഈ മനഃശാസ്ത്രത്തിൽ തന്നെ പറയുക, ഭർത്താവിന് ഭാര്യയേക്കാൾ ഭർത്താവ് ഒരു ദിവസമെങ്കിലും മൂത്തതാകണം. ഇപ്പം ഇളയതാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാലെന്ന് വെച്ചാൽ പറ്റും, അത്രേ ഉള്ളെങ്കിലും എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് പ്രായത്തിൽ ഇളയതാണെങ്കിൽ അവനെ ഭരിക്കാനുള്ള ടെൻഡൻസി ഭാര്യയിൽ കൂടും. ഒരു മകനോടോ ഇളയാങ്ങളയോടോ പറയുന്ന പോലുള്ള ഭരണം വരും. ഒരു വശയിൽ മൂത്തതാണെങ്കിൽ ഒരു വിധേയത്വം വരും. എന്നുവെച്ചാൽ എല്ലാവർക്കും അല്ല, ഇത് വരാം. ഇനി പ്രായം കൂടിയാൽ അഡ്ജസ്റ്റ് ചെയ്യുന്നവരെന്ന് വിചാരമുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഭർത്താവ് ആങ്ങളെ പോലെയും ഭാര്യ പെങ്ങളെപ്പോലും റോളിൽ നമ്മൾ കാണുമ്പം ഒരാളുടെ വളർച്ചയിൽ മറ്റേയാൾക്ക് അസൂയയില്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ അസൂയ ഒരു പ്രധാന ഘടകമാണ് പലരുടെ ദാമ്പത്യത്തിലും. ശരിയല്ലേ? ഭർത്താവിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഭാര്യയ്ക്ക് വന്നാൽ, ചില ക്വാളിഫിക്കേഷൻസ്, ഈ അങ്ങനെയുള്ള കുടുംബങ്ങൾ അച്ഛൻ ഇഷ്ടം പോലെ കണ്ടിട്ടില്ലേ? ഇഷ്ടം പോലെ. അപ്പോൾ ഒരു ഭാര്യയ്ക്ക് ജോലി സ്ഥലത്ത് പ്രമോഷൻ കിട്ടി, ശമ്പളം കൂടിയപ്പം പോകണ്ട എന്ന് പറഞ്ഞ് ഭാര്യ പിന്തിച്ചവനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ കാരണം? അപ്പം പറഞ്ഞു, വെച്ചാൽ ഇപ്പം തന്നെ സഹിക്കാൻ മേല, അല്പം പൈസയുടെ കൂടുതലാണ്, ഇനി ശമ്പളം ഇരട്ടി കൂടെ ആയപ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റിയാൽ, അതുകൊണ്ട് അവൾ പോകണ്ട. അപ്പം ഭാര്യയുടെ വളർച്ചയിൽ അവൻ അസൂയുണ്ട്. അപ്പോൾ അവിടെയെന്ന് പറയുമ്പോഴത്തേക്ക് വിവാഹത്തിലെടുത്ത ഒരു തീരുമാനം, പ്രതിജ്ഞ മറന്നു പോകുന്നതാണ്. ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. ഒരു കുടുംബത്തിൽ ഭർത്താവ് വളർന്നാൽ ഭാര്യയാണ് വളരുക, ഭാര്യയ്ക്ക് പേരുണ്ടായാൽ ഭർത്താവിനാണ് പേരുണ്ടാവുക. അപ്പോൾ ഒരാങ്ങളയുടെ വളർച്ചയിൽ പെങ്ങൾക്ക് അസൂയയില്ല, പെങ്ങളുടെ വളർച്ചയിൽ ആങ്ങളയ്ക്കും അസൂയയില്ല. സന്തോഷിക്കും, വളരണമെന്ന് പ്രാർത്ഥിക്കും, വളരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ ഒരു അന്തരീക്ഷം കുടുംബത്തിലും വേണം. ഭർത്താവ് ഏതെല്ലാം ഷേപ്പിൽ, രാഷ്ട്രീയത്തിലാകാം, സഭയിലാകാം, സമൂഹത്തിലാകാം, എവിടെയെല്ലാം വളരുമ്പോഴും കൂടെ നിന്നുകൊണ്ട് നമ്മളൊരു കെട്ടിയോൻ അരിക്കൊമ്പനാണെങ്കിൽ ഭാര്യ കൂങ്കിയാൻ തള്ളി കൂടെ നിൽക്കുന്ന ഒരു പെങ്ങളെ പോലെ കൂടെ നിൽക്കണം. അതുപോലെ ഭാര്യയ്ക്കും എന്തെങ്കിലും നന്മ വരുമ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ ഇപ്പം ഒരുപക്ഷെ പഞ്ചായത്ത് മെമ്പറായി, മുനിസിപ്പൽ കൗൺസിലറായി, എൻ്റെ ഭാര്യ ബലപ്പെടുത്തി അവളുടെ വളർച്ചയിൽ ഞാൻ വളരുന്നതായിട്ട് കാണണം. ഇതാണ് ആങ്ങളപെങ്ങന്മാരുടെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊരു സ്നേഹം കുടുംബത്തിൽ കൊടുക്കണം. നമ്മുടെ ഇവിടുത്തെ ഒരു സംസ്കാരം വെച്ചിട്ട് ഭർത്താവ് എത്രത്തോളം വളർന്നാലും ഭാര്യമാർക്ക് അങ്ങനെ വലിയൊരു അസൂയ വരാറില്ല. കാരണം ഭർത്താവ് വലിയ ആളാണ്. പക്ഷെ ഭാര്യമാർ തിരിച്ച് സ്ത്രീകൾ കുടുംബത്ത് മുകളിലേക്ക് കയറുമ്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ അതിലും എക്സെപ്ഷനുണ്ട്. പാട്ട് പാടാൻ കഴിവുള്ള ഒരു ഭാര്യ ഏത് സ്ഥലത്തും മത്സരത്തിനും പാട്ട് പാടാനൊക്കെ വണ്ടിയെ കൊണ്ടുപോയി ഇറങ്ങി
കഴിയുന്നവരെ കാത്തിരിക്കുന്ന ആളെ കണ്ടിട്ടുണ്ട്. അത് വിദേശത്തുമുണ്ട് സ്വദേശത്തുമുണ്ട്. ഭാര്യയ്ക്ക് ഒരു ഭരതനാട്യത്തിന് കലയുള്ള ആൾ ഡാൻസ് കളിക്കാൻ അവളെ വിടുന്നു, അതിൽ അഭിമാനിക്കുന്നു. അങ്ങനെയുള്ളവരുണ്ട്. എന്തോ ഒരു കഷ്ടം സഹിച്ചും ഭാര്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അസൂയയോടെ മാറി നിൽക്കുന്നുണ്ട്. അവിടെ അങ്ങനെ മാറുമ്പോഴാണ് യുദ്ധം കുടുംബത്തിൽ. അതുപോലെ തന്നെ ഞാൻ ഓർക്കുമായിരുന്നു, ഈ ഭാര്യമാർക്ക് ശരിക്കും അങ്ങനെ വളരണമെങ്കിൽ ഭർത്താവിൻ്റെ ഒരു തണൽ ആവശ്യമാണ്, ഒരു സപ്പോർട്ട്. ഭർത്താവിനല്ലാതെ പിന്നെയും വളരാം, എനിക്ക് തോന്നുന്നു പുരുഷന്മാർക്ക് പുറത്തും അല്ലാതെയൊക്കെ. പക്ഷെ ഭാര്യയ്ക്ക് അവളുടെ കഴിവുകളും അവളുടെ ഒരു വ്യക്തിത്വവും ഒക്കെ വിവാഹശേഷം വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നല്ലൊരു കുടുംബാന്തരീക്ഷവും ഭർത്താവിൻ്റെ സപ്പോർട്ടും കിട്ടിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, പുരുഷൻ സ്ത്രീയോട് പറഞ്ഞില്ലേ, അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. ഈ അസ്ഥി ചുമ്മാ തുറന്നിരുന്നാൽ ഭിത്തിക്കിട്ടും മുട്ടും, മരത്തെ മുട്ടും, പാറക്കിട്ടും മുട്ടും, പോറലും പൊട്ടലും അസ്ഥി കിട്ടും. അത് ഉണ്ടാകാതിരിക്കാൻ മാംസം പൊതിയണം, അല്ലെങ്കിൽ അസ്ഥിക്ക് അപകടമാണ്. ആണുങ്ങൾ പൊതുവെ അസ്ഥിയാണ്. അപ്പം അവരിങ്ങനെ ക്ഷിപ്രഭാവം എഴുതിയാടും പൊട്ടിത്തെറി അതൊന്നും പറയുമ്പം പൊതിയുന്നത് ഭാര്യയാണ്. അപ്പോൾ ആ ഭാര്യയുടെ മയത്തിൽ മാർദ്ദമുള്ള ഇടപെടലാണ് അസ്ഥി സംരക്ഷിക്കപ്പെടുക. സ്ത്രീ അപ്പം തളതളാന്ന് കിടക്കുന്നൊരു മാംസമാണ്. കാരണം ദേഹത്തിൻ്റെ വൃത്തിയിലൊക്കെ അങ്ങനെയാണ് സൃഷ്ടിയുടെ പ്രത്യേകത. അപ്പോൾ അവൾക്ക് ബലം കൊടുക്കുന്ന അസ്ഥിയായിട്ട് ഭർത്താവ് കൂടെ വേണം. അതാണ് അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം. അവിടെ ആ ബലം കൊടുക്കലാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് ഭാര്യയ്ക്ക് ബലം കൊടുക്കാൻ ഭർത്താവും ശ്രദ്ധിക്കണം, ഭർത്താവിന് ബലം കൊടുക്കാൻ ഭാര്യയും ശ്രദ്ധിക്കണം. അങ്ങനെ പോകുന്ന ആ പോകിൽ നമ്മൾ പറയും എത്ര നാൾ ഈ തുടർന്നാലും അതാണ് ഭാഗ്യം. നമ്മൾ പറയാറുണ്ട്, ഈ കുടുംബത്തിൽ അങ്ങനെയുള്ള ബലം കൊടുക്കുന്ന ജീവിതത്തിൽ ഭർത്താവ് മരിച്ചാൽ പിന്നെ ഭാര്യയ്ക്ക് തളർച്ചയാണ്. കാരണം സമാധാനമുള്ള കുടുംബത്തിൽ തളർച്ചയാണ്. അതുകൊണ്ടാണ് കെട്ടിയവൻ മരിച്ച് അല്ലെ ഭാര്യ മരിച്ച് 1 വർഷത്തിനുള്ളിൽ പല കെട്ടിയവന്മാരും മരിക്കുന്നതാണ്. കാരണം അവരുടെ ബലം ചോർന്നു പോയി. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെ മരിക്കുകയില്ല. കാരണം അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, മക്കളുടെ മക്കൾ, 100 കൂട്ടം കാര്യങ്ങൾ. പക്ഷെ ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഉള്ളപ്പോൾ സകല തെറിയും പറയും, ഇല്ലാതെ വന്നാൽ വട്ടുപിടി. അത് ആണുങ്ങളുടെ സൈക്കോളജി. അതുകൊണ്ട് ഓരോ നല്ല ഭാര്യയും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്, ഞാനത് പഠിപ്പിക്കാറുണ്ട്. ആ പ്രാർത്ഥന ഇതാണ്: കർത്താവായ ദൈവമേ, എൻ്റെ കെട്ടിയവൻ എനിക്ക് മുമ്പേ മരിച്ചു പോണേ. അതേറ്റവും നല്ല പ്രാർത്ഥന. കാരണം ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഒരു പകരക്കാർ അതിന് പകരം വരികയില്ല. ആരെ കെട്ടിയാൽ ഒന്നും വരത്തില്ല. അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തേ, എന്തായാലും ഈ ഭർത്താവ് മരിക്കുന്നതും ഭാര്യ മരിക്കുന്നതും ഒക്കെ ഇന്ന് ഇപ്പോൾ വളരെ ചെറുപ്പത്തിലേ തന്നെ പലരും നഷ്ടപ്പെടുന്നവരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പലതും പുനർവിവാഹത്തിലേക്കൊക്കെ പോകാറുമുണ്ട്. അപ്പോൾ ഈ പുനർവിവാഹം കഴിക്കാതിരിക്കാനും പറ്റില്ല. ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ഒരു പുനർവിവാഹം ചെയ്യും. അപ്പം കുറേ ഈ ആദ്യത്തെ വിവാഹവുമായിട്ട് പല കമ്പാരിസൺസും ഒക്കെ അവരുടെ മനസ്സിൽ വരത്തില്ലേ? അപ്പോൾ അതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ? അങ്ങനെയുള്ള കേസുകളൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ടോ? വരാറുണ്ട്. കാരണം ഈ എപ്പോഴും പുതിയ ഭാര്യയിൽ കാണുന്ന പഴയ ഭാര്യയുടെ പെരുമാറ്റങ്ങളും മുഖങ്ങളും ഒക്കെയാണ്. കാരണം ഒരിക്കലും ഒരു ഫോട്ടോ കോപ്പിയായിട്ട് വരികയല്ലോ. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും കെട്ടിയവനെ കാണുന്നു അങ്ങനെ ഓർത്തതല്ല. ഇപ്പം പലരും പറഞ്ഞു, എൻ്റെ അച്ഛു രണ്ടാമത് കിട്ടിയത് അബദ്ധമായിപ്പോയി, പഴയ ഓർമ്മകൾ മതിയായിരുന്നു. ഓർമ്മകൾ ജീവിക്കുന്നതാണ് ഈ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. പെണ്ണുങ്ങളും പറയാറുണ്ട്, ആണുങ്ങളും പറയാറുണ്ട്. കാരണം ഒരിക്കൽ ജീവിച്ച ആദ്യ അനുഭവം ഉണ്ടല്ലോ, അത് പിന്നെ അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ നിന്ന് എപ്പോഴും ഒരു ആദ്യ അനുഭവം ഉണ്ടായാൽ മരണം വരെ അത് മനസ്സിൽ നിൽക്കും. ഒരു പുരുഷനും അങ്ങനെ. അപ്പോൾ ആ അനുഭവം കൊടുത്തത് ഭാര്യയാണ്. വേറൊരാൾ അതിന് പകരക്കാരെ എടുക്കുകയില്ല. എന്നും കണ്ട് ജീവിക്കുന്നവരില്ലേ, നന്നായിട്ട് പോകുന്നവരുമുണ്ട്. പക്ഷെ പൊതുവിലുള്ള ഒരു യൂണിവേഴ്സൽ തിയറി, നമുക്ക് ആദ്യത്തെ ആൾ പോയി കഴിഞ്ഞ് പിന്നെ വരുമ്പോഴത്തേക്ക് ഒത്തില്ല, ശരിയായില്ല, ഡൈവോഴ്സ് നടത്തിയിട്ട് പിന്നെ കിട്ടുന്നവരും പറയും, അയ്യോ പഴയ തന്നെയായിരുന്നു ഭേദം. അങ്ങനെ പറയുന്ന മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അല്ല, അങ്ങനെയുള്ളവരോട് അപ്പോൾ ആ ഒരു പുതിയ ജീവിതത്തിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. പക്ഷേ ചെയ്യണം. അപ്പോൾ അച്ഛൻ എങ്ങനെ അവർക്ക് എന്ത് പറഞ്ഞു ചെയ്തോളാൻ പറയും. അത്ര തന്നെ കിട്ടിയ ആളുടെ പ്രത്യേകത വെച്ചുകൊണ്ട് ഉൾക്കൊള്ളുക. ഇനിയിപ്പം പിരിഞ്ഞു പോയ പാലിനെ കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല, ഉള്ള പാല് പിരിയാതെ സൂക്ഷിക്കുക. അപ്പോൾ അതിനി എന്നാരെങ്കിലും തീരുമാനമെടുത്തല്ലോ, ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ബാക്കി കാര്യം മുമ്പോട്ട് കൊണ്ടുപോവുക. അത് ബോധപൂർവ്വം വിവേകത്തോടെയുള്ള യുക്തമായ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോവുക. അത് പറയാൻ മാത്രമേ അതിനകത്ത് നമുക്ക് പറ്റത്തുള്ളൂ. കാരണം ജീവിതം അവരുടേതായിട്ട് മാറിയല്ലോ. ഈ ഞാനൊരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തായാലും ഈ വിവാഹത്തിൽ പല പല കാര്യങ്ങളുണ്ട്. ഒരു ആപ്റ്റായിട്ടുള്ള പ്രായം എത്രയാണ് അച്ഛൻ്റെ ഒരു അഭിപ്രായത്തിൽ? ഈ ജീവിതാനുഭവത്തെ എല്ലാവരും നേരിടണമല്ലോ.
അപ്പോൾ ഒരേത് പ്രായത്തിൽ കല്യാണം കഴിക്കുന്നതായിരിക്കും? ഇപ്പം രാജ്യനിയമവും സഭാ നിയമങ്ങളുടെ പല പല പ്രായങ്ങളും അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ പറയുന്നത് ആണുങ്ങൾക്ക് ഒരു 28, 29 വയസ്സിലും പെണ്ണിനൊരു 25, 26 വയസ്സും ഒക്കെ ആകുമ്പോഴാണ് നല്ലത്. കാരണം പല കാരണം. ഒന്ന്, ഒരു പഠിത്തമുള്ള പെണ്ണാണെങ്കിൽ ഒരു 24-ാം വയസ്സിൽ അവൾക്ക് ജോലി വന്നാൽ 2 വർഷമെങ്കിലും അവൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് കൊടുക്കാനും കെട്ടാനും ഒക്കെ ഉള്ളത് അവൾ സ്വയം ഉണ്ടാക്കുന്നൊരു അന്തരീക്ഷം വേണം. അതൊരു മനധൈര്യം വരും. എനിക്ക് സ്വന്തം കാലം നിൽക്കാൻ പറ്റുമെന്നുള്ളൊരു മനധൈര്യം വരും. ആണിനാണെങ്കിൽ 10-28 വയസ്സാകുമ്പോഴത്തേന് മെച്യൂരിറ്റി ആയി, ഒരു 3-4 വർഷത്തെ ജോലിയായി, ശമ്പളമായി, സേഫ്റ്റിയായി, അത് അവനും വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് നല്ലതാണ്. അല്ലെ ഇപ്പം നേഴ്സിംഗ് പഠിച്ചു പാസ്സായി വിദേശത്ത് ജോലിയോളം കെട്ടിക്കോളാം എന്ന് പറഞ്ഞു 23-ാം വയസ്സിൽ കെട്ടിച്ച് വിട്ടാത്ത കുഴപ്പം ഒരുപക്ഷെ ഭദ്രത കണ്ടേക്കാം, പക്ഷേ ഇവർക്ക് ആത്മധൈര്യം അധികം ഉണ്ടാകില്ല. ഞാൻ എൻ്റേതായിട്ടൊന്നും ചെയ്തില്ലല്ലോ, പിന്നെയും ഒരു വിധേയത്വത്തിലേക്ക് വീണ്ടും പോകേണ്ടി വരും. അപ്പം അത് വളരുകയല്ല, നമ്മളെ വളർത്തുകയല്ല. അതുകൊണ്ടൊരു 28, 24, 25 ആ പ്രായങ്ങളാണ് ആണും പെണ്ണെന്നുള്ള വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ കെട്ടിച്ച് വിട്ട് പിള്ളേരുമായി പ്രാരാബ്ധമായി അങ്ങനെ നടക്കുകയും സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാനും പറ്റിയില്ലെങ്കിൽ പിന്നീട് പഠിച്ച കല പോലും മറന്നു പോകും. എന്നാൽ അല്പം കൂടെ സ്വന്തം കാലം നിൽക്കാനും തൻകാര്യം തീരുമാനമെടുക്കാനൊക്കെ പറ്റുന്നത് പഠിത്തം കഴിഞ്ഞ് 2 വർഷമേലും ജോലിയും കൂടെ കഴിഞ്ഞിട്ട് ഒരു പെണ്ണിനെ കെട്ടിച്ച് വിടാവൂ എന്നുള്ളതാണ്. പുതിയ കാലത്ത് വരുമ്പം പെൺപിള്ളേർക്ക് അവരുടെ ഓപ്ഷൻ ഉണ്ടല്ലോ, പഴയതുപോലെ അല്ലല്ലോ. അവരും പറയുമല്ലോ അല്പം കഴിഞ്ഞിട്ട് മതി. അതേസമയത്ത് ഒത്തിരി കഴിഞ്ഞ് മൂക്കി പല്ല് എടുത്തിട്ട് കെട്ടിച്ചിട്ട് കാര്യമില്ല. അതേസമയം അല്പം ഒരു 2 വർഷമെങ്കിലും ഒക്കെ പഠിത്തം കഴിഞ്ഞ് നിന്നിട്ട് വിവാഹത്തിലേക്ക് വിടുന്നതാണ് പെണ്ണിന് നല്ലത്. അച്ഛൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെ ഈ കരിയറും കുടുംബവും ഇതെല്ലാമായിട്ട് സ്ത്രീ മുൻപോട്ട് പോകണമെന്നാണോ? പലരും ഇങ്ങനെ ജോലിയൊക്കെ നിർത്തി വീട്ടിലിരിക്കാറുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച കുട്ടികളൊക്കെ ജോലിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് മക്കളെ നോക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ വീട്ടിൽ നിൽക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛൻ്റെ ഒരു അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം ഒരുമിച്ച് പോകണമെന്നുള്ളതാണ്. പഠിക്കാൻ കഴിവുള്ള ആൾ ജോലിക്ക് സാധ്യതയുണ്ടെങ്കിൽ 2 കാലം നിൽക്കാവുന്ന കാലത്തോളം ജോലി ചെയ്യണം. അതാരാണേലും അതുവഴി ഏൺ ചെയ്യണം അവരുടെ വകയായിട്ട്. ഇനി കുറേ സമയം ഈവൻ ഏതാനും മണിക്കൂർ ജോലിക്ക് പോയാലും മതി, ബാക്കി സമയം മക്കളുടെ കൂടെയൊക്കെ ഇരിക്കാനും എടുത്തോട്ടെ. പറ്റുമെങ്കിൽ സാധാരണ ജോലി ചെയ്യുക, ശമ്പളം മേടിക്കുക, ബാക്കി സമയം മക്കൾക്കൊപ്പം ഇരിക്കുക. പിന്നെ ഡബിൾ വർക്ക് ചെയ്താണേലും പിള്ളേർക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളത് മടുത്താലുവേ. അപ്പം അങ്ങനെ രീതിയിൽ പോകണം, അതാണ് നല്ലത്. കാരണം ഈ 55, 56-ാം വയസ്സിൽ കുഴമ്പം വേണ്ടി മരിക്കാൻ കിടക്കുന്നത് ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ, വേറെ ലോകത്തൊരിടത്തുമില്ല. 75-ാം വയസ്സിലും ജോലിക്ക് പോകും. ഇംഗ്ലണ്ടിൽ 100 വയസ്സ് കഴിഞ്ഞ 9 ടാക്സി ഡ്രൈവേഴ്സുണ്ട് സർവേയിൽ. അപ്പം പ്രായമല്ല, നമ്മുടെ എഫിഷ്യൻസിയാണ്, കപ്പാസിറ്റിയാണ്. കാഴ്ചയുണ്ടോ? ഒക്കെ ഡ്രൈവിംഗ് ലൈസൻസായി. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാലത്തോളം നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെന്ന് വരിയിൽ അകാല വാർദ്ധക്യം നമ്മളെ ബാധിക്കും. ഇനി പിള്ളേരുടെ കാലമായി ഞങ്ങളെന്നാ ചെയ്യാൻ, ആ പൊട്ട വർത്താനം പറയും. ഒരിക്കലും ശരിയല്ല. പിള്ളേരുടെ കാലത്തൊരു കാലമില്ല, നമുക്ക് നമ്മുടെ കാലമാണ്. ഓരോ കാലത്തിനും അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. 60, 70 ഒക്കെ വയസ്സായിക്കോട്ടെ, സപ്തതി ഈ 80 ആയിക്കോട്ടെ, ആരോഗ്യമുണ്ടെങ്കിൽ 80 തന്നെ കുഴപ്പം. ആരോഗ്യമുള്ള ഇപ്പം നമുക്കറിയാം അച്ഛന്മാർക്കിടയിൽ 85 വയസ്സ് കഴിഞ്ഞവർക്ക് ഇന്നും കുമ്പസാരവും പോകാനും ഉദാശിയായിട്ടും വേറെ അസുഖമില്ലെങ്കിൽ ആകാവുന്ന കാലത്തൊക്കെ നമ്മൾ ചെയ്യണം. അല്ലാണ്ട് ഒരു 60 കഴിഞ്ഞു, അല്ല 65 അല്ലെങ്കിൽ 70 കഴിഞ്ഞു ഇനി റിട്ടയർ, അങ്ങനെ ചിന്ത പാടില്ല. ഈ ജോലിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇപ്പം അച്ഛൻ പറഞ്ഞല്ലോ നമ്മൾ എന്ത് വന്നാലും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യണം. പക്ഷേ ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് സാധിക്കാത്ത പെൺകുട്ടികളുണ്ട് പലരും. ചിലർ ഭർത്താക്കന്മാർ സമ്മതിക്കില്ല, അല്ലെ സപ്പോർട്ട് ചെയ്യില്ല, അങ്ങനെ വളരെ ക്രൂരമായിട്ട്. അതായത് ഒരു കാര്യങ്ങളിൽ അവരൊക്കെ ഒരു കെയറോ സപ്പോർട്ടോ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇത് മുൻപോട്ട് കൊണ്ടുപോകാനും പറ്റില്ലല്ലോ. അപ്പോൾ ചിലർ പറയില്ലേ നീ ഏൺ ചെയ്യേണ്ട കാര്യമില്ല, ഞാനിവിടെ സമ്പാദിക്കുന്നുണ്ട്. അതൊക്കെ ഇന്നത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ അതൊക്കെ ശരിക്കും മഹാബോറല്ലേ? ശരി, അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഞാൻ സമ്പാദിച്ച് നോക്കാൻ വേണ്ടി ഒരാളെ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് വന്നതല്ല ഭാര്യ. ഇത് അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസം, ഇണയും തുണയുമാണ്. ഒരുമിച്ച് നിൽക്കണം, ഒന്നിച്ച് വർക്ക് ചെയ്യണം, ഒന്നിച്ച് ചെയ്യണം. ഒരാൾക്ക് ക്ഷീണം വന്നാൽ ഇരട്ടി പണി ചെയ്ത ആളെ ഞാൻ നോക്കണം, അതും മറ്റൊരു ഇത്. കഴിവുണ്ടോ ഒരുമിച്ച് വർക്ക് ചെയ്യണം. അത് പണ്ട് കാരണന്മാരുടെ കാലത്തിൽ കാഴ്ചപ്പാടായിരുന്നു. സ്ത്രീ മക്കളെ പ്രസവിക്കാൻ വീട് നോക്കാനും വേണ്ടി മാത്രമുള്ളൊരു ഉപകരണം. ആ കാലം കഴിഞ്ഞു പോയി. പ്രത്യേകിച്ച് ആധുനിക യുഗം വന്നു, സയൻറ്റിഫിക് വേൾഡ് വന്നു. അപ്പം അങ്ങ് വന്നപ്പോഴത്തേന് ചിന്തകൾ തന്നെ മൊത്തം മാറിയിട്ടുണ്ട്.
ഇനി ഒരു കല്യാണം കഴിച്ച് ഒരുത്തൻ പറയുകയാണ് അവൾ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് വീട്ടിൽ നിന്ന് എനിക്ക് നാണക്കേടാണ്, അതുപോലെ അവൻ ജീവിക്കേണ്ടത് 1960-ലായിരുന്നു, ഇന്ന് അവൻ മരിച്ചു പോകുന്ന ഭേദം. കാരണം പെൺപിള്ളേരും നിൽക്കൊന്നുമില്ലല്ലോ. അങ്ങനെ പറയാൻ പാടില്ല. ഇത് 2023, 50 വർഷം പഴയ മനസ്സുമായിട്ട് 2021 കല്യാണം കഴിക്കരുത്. ആ കാലം കഴിഞ്ഞു പോയി. ലോകം മാറി, ലോക വ്യവസ്ഥിതി മാറി, സംസ്കാരം മാറി, സാഹചര്യം മാറി. ആ മാറ്റത്തിനനുസരിച്ച് അവനും മാറണം. അവനെ പറ്റിയാണെങ്കിൽ പേരൻസിനൊക്കെ ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് മനസ്സിലാക്കണം. അല്ലാണ്ട് അവൻ പറഞ്ഞത് എന്നാ വേണ്ടെന്ന് വെക്കുന്നത് വിട്ടിത്തു. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വിവാഹത്തിൽ ശരിയല്ലത്. അല്ല എന്നും ഇവിടെ തൃപ്തിയില്ലാത്ത ഭാര്യയായിട്ട് കൂടെ ജീവിക്കും എന്നും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വരും. ഈ വിവാഹം കഴിക്കാത്തവരുടെ ഒരു മനഃശാസ്ത്രം ഉണ്ടല്ലോ. ഇപ്പോൾ ചെറുപ്പക്കാരിൽ അങ്ങനെയാണല്ലോ, ആരോട് ചോദിച്ചാലും കല്യാണം വേണ്ട, ഏതാണ്ട് വലിയ പ്രാരാബ്ദം പിടിച്ചൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കുടുംബം, അച്ഛൻ പറഞ്ഞല്ലോ, വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു കുടുംബങ്ങളും പറയാറില്ല അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കൂട്ടാണ് അല്ലെങ്കിൽ സപ്പോർട്ടാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നത്. പക്ഷെ പ്രശ്നങ്ങളുള്ളിടത്താണ് ഇങ്ങനെ ഞങ്ങളിൽ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ യുവജനങ്ങൾ പറയുന്നത്. ഇങ്ങനെ പറയുന്ന യുവജനങ്ങളുടെ ഒരു സൈക്കോളജിയെ പറ്റി ഇപ്പോൾ അച്ഛൻ എൻ്റെ അഭിപ്രായം, അവരെന്ത് കണ്ടിട്ടാണ് ശരിക്കും ഇങ്ങനെ പറയുന്നത്? അല്ല പറഞ്ഞു, ഒന്ന് ഇവരുടെ നെഗറ്റീവ് ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് അപ്പനമ്മമാരുടെ ചിലരുടെ എപ്പോൾ നോക്കിയാലും വഴക്കും ബഹളവും കീരിയും പാമ്പും പോലെ ഇങ്ങനെ ഇരിക്കുന്നു, യുദ്ധങ്ങളും ബഹളങ്ങളും ഒക്കെ പോലെ. ആറി പഠിക്കുന്ന കൊച്ച് വീഡിയോ എന്ന് അപ്പനോട് ചോദിച്ചപ്പോൾ ലോകമഹായുദ്ധങ്ങൾ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പന് ഓർത്തു അമ്മയ്ക്കിട്ട് പണിയാൻ പറ്റിയ സമയം. ഭാര്യ കേൾക്കാൻ വേണ്ടി പറഞ്ഞു, മോനെ ചില രാജ്യങ്ങൾ ശാന്തമായിട്ടിരിക്കുമ്പം വേറെ ചില രാജ്യം വന്ന് നെഞ്ചത്തിരുന്ന് നിരങ്ങും, അപ്പോഴാണ് ലോകമഹായുദ്ധം ആരംഭിക്കുന്നതെന്ന് തലപൊക്കി പറഞ്ഞു ഭാര്യ കേൾക്കാൻ വേണ്ടി. ഭാര്യയ്ക്ക് മനസ്സിലായി നമുക്കിട്ട് പണിതാണ്. ഭാര്യ പറഞ്ഞു, മക്കളെ അങ്ങനല്ല, ചില രാജ്യം ശാന്തമായിട്ട് പോകുമ്പം വേറെ ചില രാജ്യത്തിന് ചുമ്മാ തോളിൽ ചൊറിയാൻ ഭയങ്കര താല്പര്യമാണ്, അങ്ങനെയാണ് ലോകമഹായുദ്ധം ഉണ്ടാകുന്നത്. അപ്പം കെട്ടിയവന് മനസ്സിലായി. കെട്ടിയവൻ പറഞ്ഞു, കൊച്ചു നിന്നോടല്ല എന്നോട് ചോദിച്ചത്, ഞാൻ പറഞ്ഞോളാം, വേറെ ആരും വരണ്ടെന്ന് പറഞ്ഞു. ഭാര്യയുടെ ഈ ചെലവിൻ തവിയും താഴെ ഇട്ടു. ഞാൻ മിണ്ടുന്നതും എന്നെ കാണുന്നതും എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ മാറിയേക്കാം എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് കയറി അങ്ങ് പോയി. എന്നുവെച്ചാൽ അപ്പോൾ വീണ്ടും ശാന്തമായിട്ട് ഫാനൊക്കെ ഇട്ടു. അപ്പം കൊച്ചിനോട് ചോദിച്ചു, മോനെ ചോദിച്ചതിന് ഉത്തരം വേണ്ടേ, ലോകമഹായുദ്ധങ്ങൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? കൊച്ചി പറഞ്ഞു, അപ്പോൾ വേണ്ട, അതെങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് ഇപ്പം ഞാൻ കണ്ടു, ഇനി അപ്പം പ്രത്യേകിച്ച് പറയേണ്ടെന്ന്. അപ്പം ചിലപ്പം ജീവിതത്തിൽ ഇത് കാണുന്ന മക്കൾ പറയും, എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, ഒരടിമയെ പോലെ പുരുഷൻ്റെ കീഴിൽ കിടക്കാനോ. പെണ്ണ് പറയും ഇഷ്ടമില്ല. ആണ് പറയും ചുമ്മാ ഭാര്യയുടെ ഭരണം കേൾക്കുന്ന എൻ്റെ ഐഡൻറ്റിറ്റി കളയുന്ന പുരുഷനാകാനോ. ആ രീതി പറയുന്നവരുണ്ട് ഒരുവിധം. പിന്നെ ഒരു പാപ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ആണും കൂടെ ജീവിക്കുന്ന രസം, പെണ്ണും കൂടെ ജീവിക്കുന്ന രസം, അങ്ങനത്തെ ഉള്ള ഹോമോ ഇത് പിന്നെ ലെസ്ബിയനിസം ആ രീതിയിൽ ഉള്ള ആറ്റിറ്റ്യൂഡ് വരുന്നവരുണ്ട്. വേറെ ചില പറയും എന്നാത്തിനാ കല്യാണം, കാശുണ്ട്, വരുമാനമുണ്ട്, ഒറ്റയ്ക്ക് കുറച്ച് ലോകം കാണുക, അടിച്ചുപൊളിച്ച് ജീവിക്കുക, ഇങ്ങനെ പറയുന്നവരുണ്ട്. അപ്പം അവിടെ നമുക്ക് പറയാനുള്ളത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗം കൂടിയുണ്ട്. നമുക്ക് അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്, ഉടമ്പടി എടുക്കുകയാണ്, ചുമ്മാ പിള്ളകളിയല്ല. കല്യാണം കഴിച്ച് കഴിയുമ്പം അല്പം കൂടെ ഒരു ഇരുത്തവും ഒരു ഗൗരവവും വരുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കോഴ്സിന് വേണ്ടി കമ്മിറ്റഡ് ആകണം, സയൻസൊക്കെ പോലെ ഒന്നിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പക്വത വരുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാത്ത ജീവിതമായിട്ട് ഒറ്റയ്ക്കുള്ള ജീവിതം മാറുന്നു. ആ കമ്മിറ്റ്മെൻറ്റില്ല, ഒരു ഉടമ്പടിയുടെ ബലം ഇല്ലാതെ പോകുന്ന ഒരു അപകടമുണ്ട്. അതപ്പം പിള്ളേരുടെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഞാനങ്ങനെ പല ആൺപിള്ളേരെയും ഗൈഡ് ചെയ്ത് അവർ കല്യാണത്തിലേക്ക് പോയിട്ടുണ്ട്, പലരെയും ഇങ്ങനെ ഈ വശം പറയാം. കാരണം അവർ ചിന്തിക്കുകയല്ല, അപ്പോൾ അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഒത്തിരി പേരെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അച്ഛൻ പറഞ്ഞതിൽ ഒരു വാക്ക് എനിക്ക് കിട്ടിയതേ, നമ്മുടെ ഈ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ അതായത് അവനവനുള്ള ആ ഒരു അതായത് ഞാൻ ഇങ്ങനെയൊക്കെയാണ്, കല്യാണം കഴിച്ചതോടുകൂടി അതെല്ലാം പോയി, ഇനി അവളുടെ താഴെ നിൽക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഇത് കെട്ടിയതിൻ്റെ മുമ്പിൽ എല്ലാം അടിയറവ് പറയേണ്ടി വരും എന്നുള്ള തോന്നലും ഒരു ശക്തമായ കാര്യമല്ലേ. അപ്പം സത്യം പറഞ്ഞാൽ തുടക്കത്തിലേ തൊട്ട് തന്നെ നമ്മൾ ഈ അഭിനയിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. അതായത് ആ ഐഡൻറ്റിറ്റി എപ്പോഴും കീപ്പ് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ ശരിക്കും. അത് ആരംഭത്തിൽ എവിടെ ഒന്ന് പറഞ്ഞു പോയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ആരംഭത്തിൽ തന്നെ ഞാൻ, എൻ്റെ ബന്ധം, എൻ്റെ കുടുംബം, എൻ്റെ ആഗ്രഹം ഇതൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് ഉൾക്കൊള്ളണം എന്ന് സ്നേഹത്തോടെ പറയണം. അത് ഭർത്താവ് ഭാര്യയോടും പറയണം, ഭാര്യ ഭർത്താവിനോടും പറയണം. കുറേ കഴിഞ്ഞിട്ട് പൊട്ടിത്തിരി ഉണ്ടാകുമ്പം എൻ്റെ ഐഡൻറ്റിറ്റി ഇതായിരുന്നു പിന്നെ യേശിയല്ല. തുടക്കത്തിൽ അഭിനയം ജാടയില്ല, നേരെ പോകും, തുറന്ന് പറഞ്ഞ് ആരംഭിച്ചാൽ ഒത്തിരി പ്രശ്നം പരിഹാരമാകും.
പലപ്പോഴും വരുന്ന പ്രശ്നം എല്ലാ ഇഷ്യൂവും കഴിഞ്ഞ് എല്ലാം തകർന്നു കഴിയുമ്പം ഉപദേശം ചോദിച്ചു വരും. അപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയില്ല. ചിലപ്പോൾ കുടുംബ കോടതി വരെ കേസും കൊടുത്ത് അതിൻ്റെ ആർഗ്യുമെൻറ്റ് നടക്കുമ്പോഴായിരിക്കും നമ്മളെ കാണാൻ വരുന്നത്. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയില്ല. ആരംഭദശയിലാണെങ്കിൽ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അപ്പോൾ നമുക്ക് അവരെ വേറെ നേർദിശയിലേക്ക് പറഞ്ഞ് തിരിക്കാൻ പറ്റും. അപ്പോൾ യുദ്ധത്തോടൊപ്പം സമാധാനവും ആ യുദ്ധമുള്ള സ്ഥലത്ത് സമാധാനം കൊണ്ടുവരാനായിട്ട് ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളേ ഉള്ളൂ. ഇങ്ങനെ വന്നാൽ സമാധാനമായി, ഇല്ലെങ്കിൽ എന്നും അത് യുദ്ധമായിട്ട് നിൽക്കും. നമ്മളിപ്പോൾ ഒത്തിരി വിവാഹിതരെ പറ്റി പറഞ്ഞു, വിവാഹം കഴിക്കേണ്ട പ്രായത്തെപ്പറ്റി പറഞ്ഞു, ഒക്കെ പറഞ്ഞു. പക്ഷേ ഈ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കുറേ വ്യക്തികളുണ്ടല്ലോ. ഇപ്പോൾ ഒത്തിരി പേരുടെ എണ്ണം കൂടുവാണ്. അത് ശരിക്കും എന്താ അതിൻ്റെ പിന്നിലേക്കൊരു കാര്യം? ഇവരുടെ ഈ സെലക്ഷൻ കൂടി പോകുന്നത് കൊണ്ടാണോ, അതായത് നോട്ടം ഭയങ്കരമായിട്ടാണോ, അതെയോ എന്തൊക്കെയോ കാരണങ്ങൾ, ചിലപ്പോൾ തൻ്റേതല്ലാത്തായ കാരണം കൊണ്ടെന്ന് പറയുന്ന പോലെയാണ്. ഒരു കല്യാണം അങ്ങോട്ട് ഫിക്സ് ആകുന്നില്ല. അങ്ങനെ ആൾക്കാരുടെ എണ്ണം രൂപതകളിലൊക്കെ ഒരുപാട് കൂടുവാണ്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. അടിസ്ഥാനപരമായൊരു കാരണം നമ്മൾ പിന്നെന്ന് വെക്കും. ഇപ്പം ഒരു പെണ്ണിനെ കാണുമ്പം കുറച്ചുകൂടെ യോഗ്യതയും ഇതൊക്കെ ഉള്ള ഒരാളിനെ കാണുമ്പം അല്പം കൂടെ മെച്ചപ്പെട്ട കുടുംബത്തിൽ നിന്നൊരാൾ, ഇങ്ങനെ യോഗ്യത മനസ്സിൽ വെച്ച് നടന്ന് പ്രായം പോകുന്നത് അറിയില്ല. നമ്മളിപ്പം 2 വർഷം 3 വർഷം 5 വർഷം അങ്ങ് പോയി. ഒരു പെണ്ണ് 32 വയസ്സും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ കെട്ടാൻ സംശയിക്കും, എന്തുകൊണ്ടാണ് ഇവരുടെ കല്യാണം നടക്കാതെ വന്നത്. ഒരാണിനും 30-35 വയസ്സ് കഴിഞ്ഞാൽ അവർക്കും എന്ത് ഇതുവരെ കെട്ടാൻ തന്നെ വല്ല കുഴപ്പമുണ്ടോ, ഒന്നും കാണിയല്ല. പക്ഷെ ആ ചിന്ത വരും പെൺവീട്ടുകാർക്കും ആൺവീട്ടുകാർക്കും. അപ്പം അങ്ങനെയാണ് പലപ്പോഴും ഈ നീണ്ടു പോകുന്നത്. ചിലപ്പം അപ്പം മരിച്ച വീടായിരുന്നു, പെങ്ങന്മാരുടെയും അനിയന്മാരുടെയും ഉത്തരവാദിത്തത്തിന് വേണ്ടി പഠിപ്പിച്ച് നിന്ന് ആൾ മൂത്തും മരടിച്ച് പോയി, കെട്ടാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ അനീതിമാരെയും വീടും നോക്കി പോയ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. നല്ല സ്ത്രീകൾ അവർക്ക് വേണ്ടി അങ്ങ് ജീവിച്ചതാണ്. അപ്പം അങ്ങനെയൊക്കെ കല്യാണം പലപ്പോഴും മുടങ്ങിപ്പോവും, നടക്കാതെ പോവും. ആഗ്രഹിച്ചാലും സമയത്ത് നടക്കുകയില്ല. പലപ്പോഴും എത്ര ഓർത്താലും ഒക്കാതെ അങ്ങ് പോകുന്ന അപകടങ്ങൾ നമ്മളിങ്ങനെ കാണാറുണ്ട് കുടുംബത്തിൽ. അപ്പം അതൊരു സാഹചര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വരുന്നതാണ് ആയിട്ട്. പിന്നെ ചിലയിടത്തൊക്കെ ഒരു സമുദായത്തിൽ നിന്ന് മാത്രമേ കിട്ടൂ എന്നും പറഞ്ഞ് അങ്ങനെ നിന്ന് അങ്ങനെ പോകുന്നവരുണ്ട്. അങ്ങനെ ചിലർക്ക് നമ്മൾ കാണും. അപ്പം അതൊക്കെയാണ് ഇന്നൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ളത് മാറിയിട്ട് ഒരു നിശ്ചിത സമയത്ത് പരിക്ക് പറ്റാതെ രീതി കാര്യം പറഞ്ഞു കൊടുത്ത് ഒരു പുരുഷനെ ഒരു സ്ത്രീയെ പുരുഷനിലേക്ക് നമ്മൾ അടുപ്പിച്ച് അവരെ വളർത്തി വിടുന്നത് നല്ലതാണ്. ഇല്ലെന്ന് വരിയിൽ സമൂഹം കുത്തഴിഞ്ഞു പോകും. ദാമ്പത്യമില്ലാത്ത ഒരുപാട് യുവജനങ്ങൾ നടക്കുമ്പം ഒരുപക്ഷെ ധാർമ്മികതയ്ക്ക് ജീർണം വരുന്നൊരു സംസ്കാരം ഉണ്ടാവും മനുഷ്യൻ്റെ സെക്സിൻ്റെയൊക്കെ മേഖലയിലൊക്കെ ആയിട്ട്. കാരണം കല്യാണം വിചാരിച്ചുമാൻ നിൽക്കുന്നു, പെണ്ണും നിൽക്കുന്നു, ആണും നിൽക്കുന്നു. പിന്നെ ചുമ്മാ രായഞ്ഞ ജീവിതം വരാം, ഫ്രണ്ട്ഷിപ്പ് വരാം. അങ്ങനെ തകരാനുള്ള സാധ്യതയുണ്ട് അതുവഴി. എല്ലാവരും ആകണമെന്നല്ല, പക്ഷെ ചിലരിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു നിശ്ചിത പ്രായത്തിനുള്ളിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഗൗരവം പറഞ്ഞു കൊടുത്ത് ആ ജീവിതാന്തത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് മുതിർന്നവരുടെ ഒരു കടമ. കാരണം എല്ലാം തികഞ്ഞ ആരെയും നമുക്ക് കിട്ടത്തില്ലല്ലോ, ഒരിക്കലുമില്ല. അതിൽ ഈ ഒരു ചെറുപ്പക്കാരൻ മർത്തോമാ സഭയിലെ പയ്യനെ ക്രിസ്തോസ്റ്റം വലിയ തിരുമേനിയെ കാണാം. പിതാവ് നല്ല രസികനാണല്ലോ. അമ്മനോട് പറഞ്ഞു, പിതാവ് എനിക്ക് ഒരു മർത്തോമാക്കാരി പെണ്ണിനെ കിട്ടണം. ഓ, നിനക്ക് വല്ല യോഗ്യത വല്ലതും ഉണ്ടോ? ഉണ്ട്. എന്നാന്ന് വെച്ചാൽ മാസ്റ്റർ ഡിഗ്രി പഠിത്തമുള്ള ഒരു പെണ്ണായിരിക്കണം, അത് മാത്രമേ ഉള്ളൂ, വേറെ വല്ലതും. പിന്നെ കല്യാണച്ചെല്ലിന് അത്യാവശ്യം ഒരു 10 ലക്ഷം രൂപ തരാൻ കഴിവുണ്ടെങ്കിൽ അതും കൂടായി. ഓക്കെ, ഇത് രണ്ടും മതിയല്ല. പിന്നെ ചുറ്റിക്കറങ്ങാൻ ഒരു നല്ലൊരു കാറ്, അതൊക്കെ ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളല്ലേ, അത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പം കാറ് വേണം, ഡിഗ്രി വേണം, ചുറ്റിക്കറങ്ങാൻ ഇത് വേണം, പൈസ വേണം, എല്ലാം വേണം. ഇപ്പം സോഷ്യൽ തിരുമേനി എഴുന്നേറ്റ് പറഞ്ഞു, എഴുന്നേക്കടാന്ന്. എടാ, ഇതെല്ലാം ഉള്ള ഒരു പെണ്ണ് മർത്തോമാസയിലുണ്ടായിരുന്നെങ്കിൽ ഈ തൊപ്പിയും വടിയും വെച്ച് ഞാൻ ഈ കസേരയിൽ ഇരിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം എല്ലാം തികഞ്ഞവരെ കിട്ടുകയില്ല, ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ. അല്ല, ഈ ബാഹ്യ സൗന്ദര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുണ്ട്. കളറ് അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണ ദിവസം ഒരുങ്ങി നിൽക്കുമ്പം സത്യത്തിൽ അതിന് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് അല്ലേ ഉള്ളൂ ലൈഫിൽ. നമ്മൾ ഒന്നാം തരം വിഷത്തിൻ്റെ പുറത്ത് വർണ്ണക്കടലാസ് പൊതിഞ്ഞിട്ട് ആ കവറെ നോക്കിയാൽ അവൻ അവസാനം വിഷം കഴിച്ച് എത്തുകയുള്ളൂ. അതങ്ങനെ ഒത്തിരി ഭാഗ്യമോടി ഉണ്ടെങ്കിലും നമുക്കറിയാം, ഈ ഒത്തിരി ഭംഗിയില്ലാത്തവരായി ഗോഷ്ഠി ഒരുപാട് മേക്കപ്പും വേഷക്കാരും നടത്തുന്നത്. അന്തസ്സായതുള്ളത് ഇപ്പോൾ മദർ തെരേസയ്ക്ക് ഒരു മേക്കപ്പും വേണ്ടല്ലോ, മഹാത്മാഗാന്ധിക്ക് മേക്കപ്പ് വേണ്ടല്ലോ. അത് കാരണം ഉള്ളിലുണ്ട്
പുറത്തധികം ഷോ ഒന്നും വേണ്ട, ഉള്ളത് മതി. അപ്പോൾ അതില്ലാതെ വരുമ്പോഴാണ് ഒത്തിരി പുട്ടപ്പ് ചെയ്യും, പുറത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പല വിധത്തിലും. അത് അപകടമാണ്. ഇന്നപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. എനിക്ക് ഒന്ന് ക്രിസോസ്റ്റം തിരുമേനിയുടെ കാര്യം വരെ പറഞ്ഞ് ചിരിച്ചാണ് കേട്ടോ ഞാനും ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. പ്രേക്ഷകർ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. ഒരു അടുത്ത എപ്പിസോഡിൽ ഇനി ഒത്തിരി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.